കോൺട്രാക്ട് മാരേജ് ഭാഗം 59 റൈറ്റൻ ബൈ റോസ്. മുകളിൽ നിന്ന് താഴേക്കിറങ്ങി വീണ രാജിയെ തന്നെ നോക്കുന്തോറും അവൻ്റെ കഴുത്തിലെ ഞരമ്പ് വലിഞ്ഞു മുറുകി. ഉള്ളിലെ ദേഷ്യം അടക്കാൻ കഴിയാത്ത വിധം അവൻ്റെ പിരിമുറുക്കം കൂടി. കൈകൾ രണ്ടും കൂട്ടിത്തിരുമ്മി ശ്വാസമൊന്ന് വലിച്ചുവിട്ട് പുറത്തേക്ക്. ആ ശിവ! അവനെ കണ്ടതിൻ്റെ പേടി ഉള്ളിൽ മറച്ചുവെച്ച് അവനടുത്തേക്ക് ചെന്നവർ വിളിച്ചതും ദഹിപ്പിക്കും വിധമൊരു നോട്ടമായിരുന്നു തിരികെ. ഒരു നിമിഷം രാജിക്ക് വല്ലാത്ത ഭയം തോന്നി. അവനെല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണെന്ന് അവർക്ക് മനസ്സിലായി. ഭദ്രയിലേക്ക് അവരുടെ നോട്ടം പോയ നിമിഷം ശിവ! ഭദ്ര കണ്ണുകൾ ഇറുകിയടച്ചു. കവിളിൽ കൈപൊത്തി പേടിയും അരിശവും കലർന്ന ഭാവത്തിൽ നിൽക്കുന്ന രാജിയെ അവൻ പുച്ഛത്തോടെ നോക്കി. ആദ്യത്തെ പകപ്പ് മാറിയതും അവരിൽ വല്ലാത്ത പക നിറഞ്ഞു. നീ എന്നെ തല്ലിയല്ലേ? അതെ, തല്ലി. ഈ ഒരെണ്ണം ഞാൻ തന്നെ തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ഇവളുടെ കെട്ടിയവനാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? മുഷ്ടി ചുരുട്ടി കലിയോടെ അവൻ പറഞ്ഞതും ഭദ്രയെ കനപ്പിച്ചു നോക്കിയവർ. അവളുടെ മുന്നിൽ വെച്ച് അതും ശിവൻ. നാണക്കേടോ ദേഷ്യമോ അങ്ങനെ അടക്കാൻ കഴിയാത്ത ഒരുപാട് വികാരങ്ങൾ അവരുടെ ഉള്ളിൽ നുരഞ്ഞു പൊന്തി വന്നു. നിർത്തിക്കോ അവളുടെ മുകളിലുള്ള നിങ്ങളുടെ നോട്ടം. രാജി അവളെ നോക്കുന്നത് കണ്ട് ശിവൻ പെട്ടെന്ന് പറഞ്ഞു. ഇനി അവൾക്കുമേൽ നിങ്ങളുടെ നിഴൽവെട്ടമെങ്കിലും പതിഞ്ഞാൽ കൊല്ലും നിന്നെ ഞാൻ. ശിവ! അവൻ്റെ സംസാരം കേട്ടു നിൽക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഞാൻ നിൻ്റെ അപ്പച്ചിയാണെന്ന് മറന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ? അതെ, അങ്ങനെ തന്നെയാ. ഇവളെ കൊല്ലാൻ നീ ആളെ വിട്ട നിമിഷം മുതൽ നിങ്ങൾ എനിക്ക് അപ്പച്ചിയുമല്ല, ഞാൻ നിങ്ങളുടെ ആരുമല്ല. ശത്രു, തൻ്റെ ഏറ്റവും വലിയ ശത്രു, അതുമാത്രമാണിപ്പോൾ നിങ്ങൾ. അവൻ എല്ലാം തന്നെ അറിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവ് രാജി പെട്ടെന്ന് അവനിൽ നിന്ന് നോട്ടം മാറ്റി. ഭദ്രയ്ക്ക് ആ നിമിഷം അവരോട് വല്ലാത്ത വെറുപ്പ് തോന്നി. തെളിവില്ലാതെ ആരെയും പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് ഇതുവരെ ശിവൻ അടിക്കുമ്പോൾ പോലും അത് വേണ്ടായിരുന്നെന്നുള്ള ചിന്ത പോലും മനസ്സിലൂടെ പോയത്. പക്ഷേ ഇപ്പോൾ ശിവേട്ടൻ്റെ വാക്കുകൾക്ക് മുന്നിൽ ഒളിക്കുന്ന അവരുടെ മുഖം, ഇവരൊക്കെ എത്രമാത്രം ക്രൂരത നിറഞ്ഞ സ്ത്രീയാണെന്ന് തോന്നിപ്പോവുകയാണ്. ശിവ മോനെ ഞാൻ. രാജു ഞെട്ടലോടെ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവനെ വിളിച്ചു. വിളിക്കരുതങ്ങനെ. സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി ആരുടെ ജീവനും വില കൊടുക്കാത്ത നിങ്ങളെ ഈ ലോകത്തു നിന്ന് തന്നെ പറഞ്ഞയക്കുകയാണ് വേണ്ടത്. എനിക്കത് ചെയ്യാൻ അറിയാമേലാഞ്ഞിട്ടല്ല, എന്നെക്കൊണ്ട് അതുകൂടി ചെയ്യിക്കരുത് നീ. രാജി ഭയത്തോടെ കുറച്ച് പുറകിലേക്ക് ഒതുങ്ങി നിന്നു. തന്നെ അടിക്കാൻ മനസ്സ് കാണിച്ചവൻ അതിനും മടിക്കില്ലെന്ന് രാജിക്ക് അറിയാമായിരുന്നു. എല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന ഭദ്രയെ അവരൊന്നും നോക്കുക പോലും ചെയ്തില്ല. ശിവൻ്റെ കണ്ണ് മൊത്തം തന്നിലാണ്. ഒരു തവണ കൂടി അവളെ നോക്കുന്നത് കണ്ടാൽ ഇനി അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അവനെ കൂടുതൽ വെറുപ്പിക്കും തോറും ധനിക്ക് അവനെ പൂർണ്ണമായും നഷ്ടമാകും. അവൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് അവനെ. അതുമാത്രമല്ല, ഇവിടത്തേക്കാൾ എത്ര ഇരട്ടി സ്വത്തുണ്ടവന്. അതൊക്കെ തൻ്റെ അച്ഛനും അമ്മയും കൂടി ഉണ്ടാക്കിയത് കൂടിയാണ്, അല്ലാതെ അവൻ ഒറ്റയ്ക്ക് അനുഭവിക്കാനുള്ളതല്ല. ശിവനും തന്നിയും കൂടി കല്യാണം കഴിക്കുന്നതോടെ അതെല്ലാം തന്നിലേക്ക് വന്നു ചേരുമെന്ന് കൂടി കരുതിയാണ് ഓരോന്ന് ചെയ്തത്. പുറത്തൊരാൾക്ക് അതൊക്കെ പോകുന്നത് എന്തോ ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഭദ്ര വന്നതോടെ ഒരു നിമിഷം കൊണ്ട് തൻ്റെ കണക്കൂട്ടിലെല്ലാം തന്നെ തെറ്റിപ്പോയിരുന്നു. ശിവൻ ഒരു മൂർഖൻ പാമ്പാണെന്ന് അറിഞ്ഞിട്ടും കൂടെയുള്ളവൾക്കെതിരെ ഓരോന്ന് ചെയ്തത് എങ്ങനെയെങ്കിലും അവളെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയായിരുന്നു. എത്രയൊക്കെ അവൻ അറിയില്ലെന്ന് കരുതിച്ച് ഓരോന്ന് ചെയ്താലും അവൻ അതെങ്ങനെയും അറിയും. ധന്യ പറയുന്നത് പോലെ ഇവൻ നമ്മൾ ആരും കരുതുന്ന പോലെയല്ല. ഇപ്പം ഈ നിമിഷം ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നത് പോലും പുറത്ത് ചാടിക്കാൻ ഇവന് കഴിയും. സൂക്ഷിക്കണം ഇവനെ, അല്ലെങ്കിൽ തൻ്റെ തലയെടുക്കും. അടികൊണ്ട കവളിൽ അവരുടെ കൈ പതിയെ നീങ്ങി. വല്ലാത്ത വേദന. പല്ല് വരെ ഇളകിയെന്നാണ് തോന്നുന്നത്. എന്തൊരടിയാണ് ഇവൻ തന്നെ അടിച്ചത്. അതും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവൻ്റെ അപ്പച്ചിയാണെന്നുള്ള കാര്യം ഇവൻ മറന്നുപോയോ? അതെ, മറന്നു. തൊട്ടടുത്ത നിമിഷം അവൻ്റെ ശബ്ദം അവിടെ ഉയർന്നു. താൻ മനസ്സിൽ കരുതിയത് അവൻ വിളിച്ചു പറയുന്നത് കേട്ട് പകപ്പോടെ അവരവനെ നോക്കി. ഇവളുടെ ദേഹത്ത് ഇനി നീ കാരണം ഒരു നുള്ളു മണ്ണ് വീണെന്നറിഞ്ഞാൽ ഞാൻ മറക്കും എല്ലാം. പിന്നെ നീയോ നിൻ്റെ 2 മക്കളോ ജീവനോടെ ഉണ്ടാവില്ല. ഇതുപോലെ നേർക്ക് നേരെ ഒരു സംസാരം ഉണ്ടാകാനുള്ള അവസരം പോലും തരാതെ എല്ലാം അവസാനിപ്പിക്കും ഞാൻ. അവൻ്റെ പകയോടെയുള്ള സംസാരം കേട്ട് ഉമിനീരിറക്കി പേടിയോടെ രാജി അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ അഗ്നി എരിയും പോലെ, അതുതന്നെ മൊത്തത്തിൽ വിഴുങ്ങിക്കളയാൻ നിൽക്കുന്നത് പോലെ. ഇനി പറ, നീ ചെയ്തതും നടന്നതുമായ എല്ലാ കാര്യങ്ങളും ഇപ്പം ഈ നിമിഷം എനിക്കറിയണം, നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ. എന്തു പറയാൻ? ഒന്നും പറയാനില്ല. ഇല്ലേ നിങ്ങൾക്ക്? ശക്തമായി മേശയിലേക്ക് ആഞ്ഞടിച്ച് അലറി പറയുന്നതിനെ കണ്ട് പേടിയോടെ ഭദ്രയും രാജിയും നിന്നു. ഇത്രത്തോളം ദേഷ്യം കയറി അവനെ ആദ്യമായി ഭദ്ര കാണുകയായിരുന്നു. സത്യം പറഞ്ഞില്ലെങ്കിൽ നീ നാട് കടത്തിവിട്ട് നിൻ്റെ മോനില്ലേ, അവനെ ഞാനിനി പുറംലോകം കാണിക്കില്ല.
അല്ലേലും അവനുള്ള പണി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീയും അവനും കൂടി ചേർന്നാണ് ഇവൾക്കൊട്ടുള്ള പണി പണിതെന്ന് എനിക്കറിയാം. രാജി പേടിയോടെ അവനെ നോക്കി. അവരുടെ മുഖത്തൊരു ഞെട്ടലുണ്ട്. എല്ലാത്തിനും തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. എങ്കിലും എനിക്കറിയണം, ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്ന നിൻ്റെ നാവിൽ നിന്ന് തന്നെ. നീയൊക്കെ എന്താ കരുതിയത്? ഇവളുടെ കൂടെ ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ ഞാനെല്ലാം വിട്ടു നിന്നതാണെന്നോ? എനിക്കൊരു ഫോൺ കോൾ മതി കാര്യങ്ങൾ അറിയാൻ. അന്നേ ഞാനത് അറിയുകയും ചെയ്തു. അന്നത്തെ എൻ്റെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെ ചെയ്തേനെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. എങ്ങാനും അഭിനയിച്ച് ഇവളെ കാണാൻ നീയോ നിൻ്റെ മക്കളോ ഹോസ്പിറ്റലിലോ എൻ്റെ വീടിൻ്റെ പരിസരത്തോ വന്നിരുന്നേ. തനിക്ക് നേരെ വിരൽ ചൂണ്ടി അവസാന വാചകം പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ മൂക്കും ചുണ്ടും മുഖവുമൊക്കെ വിറയ്ക്കുകയായിരുന്നു. ഭദ്രയ്ക്ക് അവൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്നുണ്ട്. പക്ഷേ പേടി കൊണ്ട് ഒന്ന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ പറയാം. എൻ്റെ മോനെ നീ ഒന്നും ചെയ്യരുത്. രാജിക്ക് ദീപുവിനെ എന്തെങ്കിലും ശിവൻ ചെയ്യുമോ എന്നുള്ള ഭയം നിറഞ്ഞ് അവനെ നാട്ടിൽ നിന്ന് മാറ്റി നിർത്തി തന്നെ അവനെ ശിവൻ ഒന്നും ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയാണ്. ഭദ്രയ്ക്ക് നേരെ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഇതൊക്കെ ശിവൻ അറിഞ്ഞാൽ അവൻ ഒരിക്കലും ദീപുവിനെ സംശയിക്കരുത്. അതിനുവേണ്ടി ആദ്യം തന്നെ അവനെ നാട്ടിൽ നിന്ന് മാറ്റിയിട്ടാണ് ഭദ്രയ്ക്ക് നേരെ അവളെ കൊല്ലാൻ ആളെ വിട്ടത്. ഒന്നേൽ അവളെ നാട് വിടണം. ഇനിയും അവനോട് പറയാതെ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അടുത്തു നിൽക്കുന്ന ഭദ്രയെ കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന അവരുടെ മുഖം മാറി. അവിടെ പകയും ദേഷ്യവും നിറഞ്ഞു. ഇവളെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിതൊക്കെ ചെയ്തത്. രാജി പറഞ്ഞത് കേട്ട് ശിവനോ ഭദ്രയ്ക്കോ പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഉണ്ടായില്ല. ഇതൊക്കെ തന്നെയാകും അവർക്ക് പറയാനുള്ളതെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ശിവൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് അവരോട് ചോദിക്കുന്നതും. ഇവളെ കൊല്ലണമെന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ലായിരുന്നു. ആരോടാ നീ ഇങ്ങനെ കള്ളം പറയുന്നത്? നിൻ്റെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന്, എന്തൊക്കെയാണ് നീ പ്ലാൻ ചെയ്തതെന്നും എനിക്കറിയാം. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നിൻ്റെ മുന്നിൽ വന്ന് ഞാൻ നിൽക്കുന്നതെന്ന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു രാജി? രാജി എന്നും നീയെന്നുമൊക്കെ വിളിക്കുന്നത് കേട്ട് അവരുടെ മുഖം കടുത്തു. പക്ഷേ അവന് മുന്നിൽ തൻ്റെ ഇഷ്ടക്കേട് കാണിക്കാനോ ദേഷ്യം കാണിക്കാനോ അവർക്ക് കഴിയില്ലായിരുന്നു. സത്യം പറയാതെ അവൻ വിടുകയുമില്ല തന്നെ. ഭദ്രയുടെ മുഖവും അവരെന്താ പറയാൻ പോകുമെന്ന് അറിയാനായി അവരിൽ തന്നെയാണ്. തന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണെന്ന് അവൾക്കറിയാവുന്നതല്ലേ. ഇതിനു മുൻപും അവരതിന് ശ്രമിച്ചതാണല്ലോ. അന്ന് ഭാഗ്യം കൊണ്ട് മാത്രമല്ലേ താൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അന്നേ തന്നെ കൊന്നേനെ. ഇന്നലെയും അതുതന്നെയാണ് സംഭവിച്ചത്. ശിവ മോനെ, ഞാൻ എന്തു പറഞ്ഞാലും വിശ്വസിക്കില്ല. എന്നാലും അപ്പച്ചി പറയുന്നത് മോൻ കേൾക്കണം. പരമാവധി വിനയം വരുത്തിയാണ് രാജി പറയുന്നത്. അവൻ അതൊന്നും കേട്ടതായി പോലും ഭാവിക്കാതെ കാലിനുമേൽ കാലി കയറ്റി വെച്ചെന്ന് സോഫയിലേക്ക്. മോളുടെ സ്ഥാനത്ത് ഇവള് വന്നത് എനിക്കൊട്ടും ഇഷ്ടമായില്ലെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ. കഴിഞ്ഞ തവണത്തെ പോലെ ഈ തവണയും ഇവളെ പേടിപ്പിച്ച് നിന്റെ ജീവിതത്തിൽ നിന്ന് ഓടിക്കണമെന്നേ ഞാൻ കരുതിയുള്ളൂ. അതിന് എനിക്ക് പരിചയമുള്ള ഒരാൾ വഴി ഞാൻ ജോലി ഏൽപ്പിക്കുകയായിരുന്നു. അവരോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് ഇവളെ ദേഹോപദ്രവമൊന്നും ചെയ്യരുതെന്ന്. ഇവളെ ഭീഷണിപ്പെടുത്തി വിടണമെന്നേ കരുതിയുള്ളൂ. അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് കരുതിയില്ല. ഒരാളെ കൊല്ലാൻ മാത്രം ക്രൂരയാണോ ഞാൻ? ഒന്നുമില്ലേലും നിന്റെ അച്ഛൻ്റെ സഹോദരിയല്ലേ ഞാൻ? അവൻ്റെ ചുണ്ടിലൊരു പരിഹാസം കലർന്ന ചിരി വിരിഞ്ഞു. കഴിഞ്ഞോ? അവൻ മുഖമെടുത്ത് തീക്ഷ്ണമായ കണ്ണുകളോടെ രാജിയെ നോക്കി. അവരൊന്നും മിണ്ടിയില്ല. അവന് മുന്നിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതിയെന്ന് മാത്രമായിരുന്നു അവർക്ക്. ശബരി ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ നിനക്ക്? അവൻ്റെ അവസ്ഥ എന്താണെന്ന് എന്തെങ്കിലും അറിവ്? ക്രൂരമായൊരു നോട്ടവും സംസാരവും. രാജിയുടെ ഉള്ളിലൊരു വെള്ളിരി വെട്ടി. ദീപു, അവനെയും ഇവനെന്തെങ്കിലും ചെയ്തു കാണുമോ? എന്തേ, പേടിച്ചു പോയോ? അത്രയ്ക്ക് പേടിയുണ്ടായിരുന്നാൽ ഒരിക്കൽ വാണിംഗ് തന്നിട്ട് പോയിട്ടും രണ്ടാമത് കൂടി എനിക്ക് നേരെ തിരിയാൻ ധൈര്യം കാണിക്കില്ലല്ലോ. എന്ത് കരുതി ഒന്നും ഞാൻ അറിയില്ലെന്നോ? അതോ കഴിഞ്ഞ തവണത്തെ പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ ഒഴിവാക്കാമെന്നോ? അങ്ങനെ എന്നെ കൺവിൻസ് ചെയ്യാമെന്ന് നിങ്ങൾ കരുതിയല്ലേ? ശബരിയെ മാത്രമല്ല, അവനെക്കൊണ്ട് ആ പണി ഏൽപ്പിച്ച നിങ്ങളുടെ മോനില്ലേ, അവനും ഇപ്പോൾ എൻ്റെ ആളുകളുടെ അടുത്താണ്. അവന് ശരിക്കും അവനുള്ളത് കൊടുത്തോളും. എടാ എൻ്റെ മോനെ നീ! രാജി പാഞ്ഞു വന്ന് അവൻ്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചു. ഭദ്ര ഞെട്ടലോടെ കൈകൊണ്ട് അവളുടെ വാ പൊത്തി. തൻ്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചിരിക്കുന്ന രാജിയുടെ കൈകൾ ഞൊടിയിടയിൽ അവൻ കുടഞ്ഞെറിഞ്ഞു. ചെയ്, മാറി നിൽക്കങ്ങോട്ട്. എൻ്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ. ഈ നിമിഷം വരെ നിൻ്റെ മോൻ നല്ല രീതിക്ക് എൻ്റെ അടുത്തുണ്ട്. ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതി, അവൻ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അവൻ എന്നോടും ഇവളോടും ചെയ്തത് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. അവനോട് മാത്രമല്ല, അവനെല്ലാം ചുക്കാൻ പിടിച്ചു കൊടുത്ത് നിന്നോടും. എന്നെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യിക്കരുത് രണ്ടും.
അവനടുത്തേക്ക് എന്തോ പറയാൻ ചെന്നതും ഒരു നിമിഷം അവൻ പറയുന്നത് കേട്ട് രാജ് പിടിച്ചു കെട്ടിയതുപോലെ നിന്നു. ദീപുവിന് എന്തേലും പറ്റിയാൽ, ശിവൻ അവനെ എന്തെങ്കിലും ചെയ്താൽ? വേണ്ട, പാടില്ല. അവനോടൊന്നിനും പോകാൻ പാടില്ല. തൻ്റെ മോൻ്റെ ജീവിതം ഇപ്പോൾ ഇവൻ്റെ കയ്യിലാണ്. വെറി പിടിച്ചു നിൽക്കുന്നവന് മുന്നിൽ ഒരു യുദ്ധത്തിന് പോകാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നഷ്ടങ്ങൾ മാത്രമാകും അല്ലേ? എന്തേ ഇത്രയും നേരമുണ്ടായിരുന്ന ധൈര്യവും നാക്കുമൊക്കെ എൻ്റെ അപ്പച്ചിക്ക് പോയോ? മകൻ്റെ ജീവൻ്റെ കാര്യം കേട്ടപ്പോൾ ഇല്ലാതായോ ധൈര്യമൊക്കെ? പരിഹാസത്തോടെയുള്ള ശിവൻ്റെ ശബ്ദം. എൻ്റെ മോനെ ഒന്നും ചെയ്ത് ഞാൻ ഇനി ഒന്നിനും വരില്ല. ഞാനോ എൻ്റെ മക്കളോ ഇനി ഇവളെ എന്നല്ല നിൻ്റെ അടുത്ത് പോലും വരില്ല. നീ അപ്പച്ചി ഈ തവണ കൂടി വിശ്വസിക്കണം. നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കണം? അതുകൂടി പറ. ഇനിയും ഇതൊക്കെ തന്നെ ഇവളോട് ചെയ്യില്ലേ നിങ്ങൾ? ഇല്ല, സത്യം. മോളെ, നീ ഒന്ന് പറ ഇവനോട് എൻ്റെ മക്കളെ ഒന്നും ചെയ്യരുതെന്ന്. എൻ്റെ മോള് ഇവനുമായുള്ള ജീവിതം ഒരുപാട് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രയും സ്വാർത്ഥയായിപ്പോയത്. അവളുടെ സങ്കടം കണ്ടപ്പോൾ എന്നെക്കൊണ്ട് പലതും ചെയ്യിപ്പിച്ചു. ഇനി ഇങ്ങനെയൊന്നും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല. തനിക്ക് മുന്നിൽ കൈകൂപ്പി നിന്ന് പറയുന്ന രാജിയെ കണ്ടതും ഭദ്ര വല്ലായ്മയോടെ ശിവനെ നോക്കി. എന്തു പറയണം ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിന്നവൾ. താൻ അനുഭവിച്ചതൊന്നും മറന്ന് ക്ഷമിക്കാൻ കഴിയില്ല എങ്കിലും എന്തോ തൻ്റെ മക്കളുടെ ജീവനു വേണ്ടി യാചിക്കുന്ന അവരെ കണ്ടു നിൽക്കാനും അവൾക്ക് കഴിഞ്ഞില്ല. അത്രമാത്രം കഠിനമായിരുന്നില്ല ഭദ്രയുടെ മനസ്സ്. എന്തോ മനസ്സിൽ ഉറപ്പിച്ചവൾ ശിവൻ്റെ മുഖത്തേക്ക് നോക്കി. തുടരും. ശനിയും ഞായറും കുറച്ച് തിരക്കായതുകൊണ്ട് സ്റ്റോറി ഇടാൻ പറ്റിയില്ല. ഇന്ന് ലെങ്ത്ത് കൂട്ടിയാണ് സ്റ്റോറി ഇട്ടേക്കുന്നത്. വായിക്കുന്നവർ കമൻറ്റ് ചെയ്യണം. ഒത്തിരി പേര് വായിക്കുന്നുണ്ട്. അപ്പം ഒരു കമൻറ്റെങ്കിലും ഇട്ടിട്ട് പോകണം. എല്ലാവരോടും ഒരുപാട് സ്നേഹം. അടുത്ത പാർട്ട് നാളെ ഇടാം. സ്നേഹത്തോടെ.